Hello friends, welcome to SATC VICTERS Academy class 12 mathematics ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. chapter 1 relations and functions ലെ part 9 ആണ്. bijective functions എന്താണ്? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ on to function എന്താണ് അതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് പഠിച്ചു. അതിനു മുന്നേ 1 ഫംഗ്ഷനും പഠിച്ചു. So please visit part 1 to 8 before watching this video. നിങ്ങൾ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുകയുള്ളൂ. Bijective function എന്ന് പറഞ്ഞാൽ കുറച്ച് ലിറ്റിൽ മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. അത് നമുക്ക് എളുപ്പമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 ഫംഗ്ഷനും അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷനും പഠിപ്പിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. കാരണം ചിലപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന കുട്ടികളെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്താണ് 1 എന്താണ് ഓൺ ടു എന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് നമുക്ക് ഒന്ന് പറയാം. 1 ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു പേര് ഇൻജെക്റ്റീവ് എന്നാണ്. എന്താണ് ഇൻജെക്റ്റീവ്? ഓക്കെ. അപ്പോൾ ഒരു 1 ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് വൈ. അപ്പോൾ ഞാനിവിടെ എലമെന്റ്സ് എഴുതുന്നു 1 2 3 4. okay, here a b z. okay, അപ്പോൾ ഇവിടെ a b c d ഒരു എലമെന്റ് കൂടി എഴുതുന്നു e. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ൽ നിന്ന് ഞാൻ a യിലേക്ക് എഴുതി, 2 ൽ നിന്ന് b യിലേക്ക് എഴുതി, 3 ൽ നിന്ന് c യിലേക്ക് എഴുതി, 4 ൽ നിന്ന് d യിലേക്ക് എഴുതി. അപ്പോൾ ഇവിടെ ഉള്ള x ലുള്ള എല്ലാവർക്കും ഇവിടെ ഈ y നകത്ത് എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദിസ് ഈസ് 1. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഈച്ച് x മാപ്സ് ടു എക്സാക്ട്ലി എന്താണ് 1 യൂണിക് ഇമേജ്. അതായത് ഇവിടെ ഉള്ള ആൾക്ക് എക്സിനകത്ത് ഉള്ള ആൾക്ക് ഇപ്പുറത്ത് ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ദർ ഈസ് 2 എലമെന്റ്സ് ഹിയർ x1 ആൻഡ് x2. ഓക്കെ, x1 x2 രണ്ട് എലമെന്റ്സ് എന്ന് വിചാരിക്കുക. ദെൻ കറസ്പോണ്ടന്റ് ആയിട്ട് ഇവിടെ ഉള്ള എലമെന്റ് എന്ന് പറയുന്നത് f of x1 ആൻഡ് f of x2. ക്ലിയർ? ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് f of x1 is equal to f of x2, അങ്ങനെ എടുക്കും നമ്മൾ. f of x1 ഉം f of x2 ഉം എന്താണ് ഈക്വൽ ആണെന്ന് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ഫൈനലി എന്ത് അറയിലെത്തും? x1 is equal to x2. ഇങ്ങനെയാണ് നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പാർട്ട് 7 നിങ്ങൾ കാണുക. ഓക്കെ, ഇനി നമുക്ക് ഓൺ ടൂലേക്ക് വരാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ എന്ന് പറയുന്നത് കണ്ടോ, ഈ എന്ന് പറയുന്ന ഒരാൾക്ക് ഇവിടെ എന്താണ് ബന്ധമില്ല, ഒരു റിലേഷൻഷിപ്പ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ഓൺ ടു അല്ല. കാരണം ഓൺ ടു ആകണമെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഇപ്പുറത്തേക്ക് ഒരു റിലേഷൻഷിപ്പ് വേണം. അതായത് വൈയിലുള്ള എല്ലാ ആളുകൾക്കും എക്സിലേക്ക് ഒരു റിലേഷൻഷിപ്പ് വേണം. സോ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ബട്ട് ഈക്കില്ല. സപ്പോസ് ഇവിടെ ഒരു 5 ഉണ്ട്, ഈ കൂടി ഇങ്ങോട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഓൺ ടു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഓൺ ടു ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 3 ടേംസ് ഉണ്ട്. ഒന്ന് ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണ്, കോ ഡൊമെയിൻ എന്താണ്. ഓക്കെ, ഇത് നിങ്ങൾ +1 പഠിച്ചതാണെങ്കിലും ചിലവർക്ക് ഇതെന്താണ് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. എന്താണ് ഡൊമെയിൻ, എന്താണ് റേഞ്ച്, എന്താണ് കോ ഡൊമെയിൻ, ഇതൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സാർ ഒന്ന് പറയുകയാണ്. സപ്പോസ് നമ്മൾ ഈ റിലേഷൻഷിപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് കേസിന് എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന റിലേഷൻസ് പെയർ എന്ന് പറയുന്നത് 1 ഉം എയും ചേർന്നതാണ്. സോ ദിസ് ഈസ് 1, a. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് 2, b. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് 3, c. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് 4, d. ഓക്കെ, സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ്. നമ്മൾ ഈ 5 ഉം ഇയും കൺസിഡർ ചെയ്യുന്നില്ല. ഈ എവിടെ ഉണ്ട്, പക്ഷെ 5 ഇല്ല എന്ന് തന്നെ വിചാരിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ആണ്. വെരി ഫസ്റ്റ് എലമെന്റ് ഈസ് നോൺ ആസ് ദി ഡൊമൈൻ. സോ ദിസ് ഈസ് ദ ഡൊമൈൻ. 1 2 3 4, ദിസ് ഈസ് ദ ഡൊമൈൻ. ഓക്കെ, ക്ലിയർ? ഡൊമൈൻ. ആൻഡ് വാട്ട് ഈസ് ദ റേഞ്ച്? റേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും അത് അറിയില്ല. അതൊന്നും സാർ പറയുന്നത് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെന്റ്, ദാറ്റ് ഈസ് a b z d. Then what is codomain? What is the difference between range and codomain? Codomain, സാറോട് എഴുതാപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Codomain is equal to a, b,
C, D, E. ഓക്കെ, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അതായത് ഇവിടെ ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന ഇ ഉണ്ട്, ആ ഇ കൂടിയും ചേർന്നതാണ് കോഡൊമൈൻ. അതായത് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു y. ഓക്കെ, സപ്പോസ് ദ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ളതാണെങ്കിൽ ദ ബി ഈസ് ദി കോഡൊമൈൻ. ക്ലിയർ ആണോ? അപ്പോൾ കോഡൊമൈനിലുള്ള എല്ലാവർക്കും ഒരു റിലേഷൻഷിപ്പ് വേണം, അതാണ് ഓൺ ടു എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ടു ആണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ചും കോഡൊമൈനും സെയിം ആണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഈസ് നോൺ ആസ് ഓൺ ടു ഫംഗ്ഷൻ. ക്ലിയർ ആണോ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം തന്നെ കോഡൊമൈനും റേഞ്ചും എന്താണെന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരേ സമയം 1 1 ആണ്, അതേസമയം എന്താണ് ഓൺ ടു ആണ്. ഓക്കെ, ഓൺ ടു ആണ്, 1 1 ആണ്, ഓൺ ടു ആണ്. അങ്ങനെ ബോത്ത് രണ്ടും ആണ് എങ്കിൽ അത്തരം ഫംഗ്ഷനെയാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ടുഡേസ് ലെസൺ ഈസ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, സോ ബൈജക്റ്റീവ് മീൻസ് അത് എന്താണ്? ഇറ്റ് ഈസ് 1 1 1 1. ഓക്കെ, 1 1 ആണ്, ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ഓൺ ടു. Another terms of 1 1 എന്താണ്? ഇൻജെക്റ്റീവ്. ഓക്കെ, and the terms of on to is equal to surjective. So എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പ്രൂവ് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻജെക്റ്റീവ്, ദിസ് ഫംഗ്ഷൻ ഈസ് സർജക്റ്റീവ്, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നിങ്ങളത് 1 1 ആണെന്ന് തെളിയിക്കണം, അത് ഓൺ ടു ആണെന്ന് കൂടി തെളിയിക്കണം. സോ ഇറ്റ്സ് ക്ലിയർ. ഒരു പ്രോബ്ലം ചെയ്യാം. ദ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളുപ്പമുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാം. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x plus 4. 3x plus 4. This is our f of x and the function from r to r. ചില കുട്ടികൾക്ക് ആർ എന്താണെന്നറിയാം. ആർ മീൻസ് റിയൽ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിനകത്ത് വരും. അതായത് നെഗറ്റീവ് സംഖ്യ, -3, -2, -1 and 0. ഓക്കെ, then 1 2 3 everything is here. So what is this means? ഇങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the first set is r and the second set is r. So there may be negative number here, okay, and 0 and positive number, and here also negative number, okay, 0 and positive number, and there may be 1.5 like that. Okay, here may be 0.5 and all the numbers here and here also. So this is the real number. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഇത് തന്നിരിക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 3x plus 4 ആണ്. നമുക്കിത് ചെക്ക് വെദർ ദിസ് ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ് ഓർ നോട്ട്. ഇത് ബൈജക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് വെദർ ദിസ് ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ബൈജക്റ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഓൺ 1 1 ആണെന്ന് തെളിയിക്കണം, അത് ഓൺ 2 ആണെന്ന് കൂടി തെളിയിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് injective. What is injective means? That is 1 1 1 1. Okay, അപ്പോൾ 1 1 ആണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കുറച്ച് ഡിഫിക്കൽട്ടി ആണ് സാർ എഴുതാൻ, മൗസ് കൊണ്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സഹകരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എഴുതുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, 1 1 ദിസ് ഈസ് ഇൻജെക്റ്റീവ്. 1 1 ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാം. അപ്പോൾ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? കണ്ടീഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് എഫ് ഓഫ് x1. കൺസിഡർ x1 and x2 ആർ ദ ടു, സപ്പോസ് x1 ഹിയർ x2 ഹിയർ, ഉണ്ടോ? ടു ആർബിട്രറി എലമെന്റ്സ്. ദെൻ there must be a function here that is f of x1. Okay, y1 നെ നമ്മൾ പറയുന്നത് f of x1 and there is an f of x2. Clear here? Okay, but that f of x1 is equal to f of x2. Okay, എന്ന് നമ്മൾ എടുക്കണം. ഫസ്റ്റ് നമ്മൾ അങ്ങനെ എടുക്കണം. ദെൻ അവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് x1 x2 എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ f of x1 എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ എടുക്കണേ എന്നുള്ളതൊക്കെ നമ്മൾ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എടുത്തപ്പോൾ പാർട്ട് 7 പഠിപ്പിച്ചിട്ടുണ്ട്. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 7. ഓക്കെ,
ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂഫാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിനകത്ത് നമുക്ക് f(x1) കൊടുക്കണം. അപ്പോൾ ഇവിടെ x വന്നപ്പോൾ ഇവിടെ x അല്ലേ. അപ്പോൾ സപ്പോസ് ദിസ് ഈസ് x1, വാട്ട് ഹാപ്പൻ ഹിയർ ഈസ് x1. സോ ദ ആൻസർ ഈസ് 3x1 plus 4 is equal to 3x2 plus 4. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഒരേപോലത്തെ സംഖ്യ കിട്ടും. +4 +4 വെട്ടിപ്പോയി. ഓക്കെ, സോ ദിസ് ബിക്കം 3x1 is equal to 3x2. So again this 3 get cancelled. Now finally we reach the proof x1 is equal to x2. So this is the answer. So when f of x1 is equal to f of x2, x1 is equal to x2, then this function is 1 1. അപ്പോൾ ഇത് 1 1 ആണെന്ന് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, then let's check the function is whether on to or not. on to ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. on to ആണെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ കണ്ടീഷൻ? the range of the function must be is equal to the codomain. മനസ്സിലായോ? അതായത് suppose the range here, this is the y and this is the x and this y, ഈ റേഞ്ചിനകത്ത് suppose I take 2 ഞാൻ കൊടുത്തു, y ക്ക് സമം 2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറസ്പോണ്ടന്റ് ആയിട്ട് എനിക്കൊരു x വാല്യൂ കണ്ടെത്താൻ സാധിക്കണം. Suppose I put y is equal to 1.5, it must have an x value. Okay, clear? If I put y is equal to -1, it must have an x value. അതിനൊരു x വാല്യൂ ഉണ്ടായിരിക്കണം. that x value, ആ x വാല്യൂ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിരിക്കണം. കണ്ടോ? അപ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും x വാല്യൂ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എപ്പോഴും ഓൺ ടു പ്രൂവ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ y സമം നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുക. സോ y is equal to f of x. Okay, so y is equal to, what is our f of x? f of x is equal to 3x plus 4. So this is 3x plus 4. Okay, y സമം 3x plus 4 ആണെന്ന് നമ്മൾ ആദ്യം എടുത്തെഴുതുന്നത്. then write it down in terms of x. ന്റെ ടേംസിൽ നമ്മൾ എഴുതണം. അതായത് x നെ ഒരു സൈഡിലാക്കി ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. so this is equal to y minus 4 is equal to 3x. okay, then 3 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ y minus 4 divided by 3 is equal to x. Clear? Okay, so x is equal to y minus 4 by 3. Put y is equal to any value. Put y is equal to 4. If you put y is equal to 4, this become 4 minus 4 divided by 3, that is equal to 0 by 3 is equal to 0. X is equal to 0. Is it possible? Yes, because 0 is a real number. If you put y is equal to 2, it become 2 minus 4 by 3, that is equal to minus 2 by 3. Is minus 2 by 3 a real number? Yes, minus 2 by 3 a real number. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യ മൈനസ് സം പോയിന്റ് സംതിങ് ആയിരിക്കും കിട്ടുക. ആൻഡ് ദാറ്റ് ആൾസോ എ റിയൽ നമ്പർ. So is it possible? Yes, possible. X, the value of x is possible. X belongs to real number. Okay, this is possible എന്നാണ് എഴുതിയിരിക്കുന്നത് സാർ, എഴുതാൻ പറ്റില്ല. The value of x is possible. X belongs to R എന്ന് എഴുതി കഴിഞ്ഞാൽ this function is onto. So the above function is both 1 1 and onto. ഇത് രണ്ടും 1 1 ആണ്, onto ആണ്. Therefore it is bijective. അതുകൊണ്ട് നമുക്ക് പറയേണ്ട ഇത് bijective ഫംഗ്ഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ, ഫംഗ്ഷൻ തന്നിരിക്കുന്നത് R ആണ്. ഫംഗ്ഷൻ R ആണ്. and the function is 4x cube plus 7. This is the function. Okay, f of x. Okay, clear? So you have to prove that the function is bijective or not. Bijective ആണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 1, ദാറ്റ് ഈസ് ഇൻജെക്റ്റീവ്. ബ്രാക്കറ്റിൽ ഇൻജെക്റ്റീവ്. ക്വസ്റ്റ്യനിൽ ഇൻജെക്റ്റീവ് എന്ന് കാണുമ്പോൾ നമ്മൾ പേടിക്കരുത്, കാരണം ഇത് കേട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് 1 1 ഒപ്പം സാർ ഇൻജെക്റ്റീവ് എന്ന് കൂടിയും പറയുന്നത്. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത് പോലെ f of x1 is equal to
എന്താണ് എഫ് ഓഫ് x2 ഇങ്ങനെ എടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? സോ എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 എന്ന് എടുക്കുക. ദെൻ ഇത് വാല്യൂസ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ x1 എന്ന് കൊടുക്കണം എഫ് ഓഫ് x1 എടുക്കുമ്പോൾ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 4x1 ഹോൾ ക്യൂബ് പ്ലസ് 7 ഈക്വൽ ടു 4x2. വെരി ഈസിയാണ്, കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പ്ലസ് 7. ഓക്കെ, സോ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? x1 is equal to x2 എന്ന് പ്രൂവ് ചെയ്യണം. ജസ്റ്റ് 7 ഗെറ്റ് ക്യാൻസൽ, then 4 get cancel, so you will get x1 cube is equal to x2 cube. Clear ആണോ? Here this is equal to x1 cube minus x2 cube. അപ്പോൾ ഇവിടെ ഈ 3 വെട്ടി കളയാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ x2 ക്യൂബ് ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു x1 ക്യൂബ് മൈനസ് x2 ക്യൂബ്. ഓക്കെ, equal to 0. So x1 cube minus x2 cube is equal to 0. This is in the formula a cube minus b cube. അറിയോ നിങ്ങൾക്ക് a cube minus b cube എന്താണെന്ന്? അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത് a cube minus b cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to the a cube minus b cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാർ മോളിൽ എഴുതാം that is equal to a square minus b square into a square plus a b plus b square. Okay, this is known as the a cube minus b cube. Similarly നമുക്ക് ഇതും അതുപോലെ എന്താണ് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഹിയർ ദിസ് ഈസ് എയുടെ പ്ലേസിൽ ഇവിടെ x1 ആണ്. സോ x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ x2 സ്ക്വയർ. ഓക്കെ, അത് കഴിഞ്ഞു. ദെൻ ബ്രാക്കറ്റിനകത്ത് എന്താണ് x1 സ്ക്വയർ അഗെയിൻ x1 സ്ക്വയർ പ്ലസ് പിന്നെന്താണ് എ ബി എന്ന് പറയുമ്പോൾ x1 ഇൻറ്റു x2 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ x2 സ്ക്വയർ. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മീനിങ് ഈ ഒരു സംഖ്യയും തമ്മിൽ ഗുണിച്ചാൽ എന്താണ് 0 കിട്ടുമെന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഇതിന്റെ മീനിങ്? This means this term and this term, ഈ രണ്ട് ടേം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. But look at this, the second term. Here x-ന് ഞാനിവിടെ -1 കൊടുത്തു, ഇവിടെ -1 കൊടുക്കുമ്പോൾ -1 plus 1, this is become 0. But ഇവിടെ കൊടുത്തു കഴിഞ്ഞാലോ -1 square 1 plus 1 into 1 1 plus 1 again 3 കിട്ടുക. So this value is always positive. So only this become negative. There is a condition that x1 square minus x2 square may be 0, but this not always 0. It will never 0. It is always positive or negative depending upon the values. Okay, x1 x2 different ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിരിക്കും, but never equal to 0. So we can ignore this value, then take this one. So that means x1 whole square minus x2 whole square, x1 whole square minus x2 whole square may be equal to 0. Okay, clear? That means x1 square is equal to e minus x2 square നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്താൽ പോസിറ്റീവ് x2 square. Clear? If x1 square is equal to x2 square. Okay, ഒരു സംഖ്യയുടെ സ്ക്വയർ മറ്റൊരു സംഖ്യയുടെ സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ സംഖ്യകളും എന്തായിരിക്കും? എന്താണ് ഈക്വൽ ആയിരിക്കും. That implies x1 is equal to x2. Why? ഇപ്പോൾ a square is equal to b square എന്ന് പറയുമ്പോൾ a square minus b square എന്താണ്? a plus b into a minus b ആണ്. Okay, that means this we can rearrange this x1 square is equal to x2 square as x1 minus x2 a minus b into a plus b x1 plus x2. Again this
x1 plus x2 not equal to 0, so we can take x1 minus x2. Okay, so x1 minus x2 is equal to 0 means x1 is equal to x2. Clear ആണ്? So this become 1 1. ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് ഓൺ ടു ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ വൈയുടെ ടേംസിൽ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. സോ ഓക്കെ, ലെറ്റ്സ് ടേക്ക് ഇറ്റ് y is equal to 4x cube plus 7. So this is y. Then ഇതിനെ എന്താണ് എക്സിന്റെ ടേംസിലേക്ക് നമുക്ക് മാറ്റണം. So 7 ഇപ്പുറത്തേക്ക് എടുക്കുക. That means y minus 7 equal to 4x cube. Okay. Then again 4 ഇപ്പുറത്തേക്ക് എടുക്കുക. That means y minus 7. 4 ഇവിടെ മൾട്ടിപ്ലൈ ആക്കണം, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. So divide by 4 is equal to x cube. Okay, clear ആണോ? Then x കണ്ടുപിടിക്കണം. So what is x? x is equal to ഇതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ y minus 7 divided by 4, okay, whole raised to നമ്മൾ എന്ത് കൊടുക്കണം? 1/3. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂബ് ആണ്, അപ്പോൾ ഇതിന്റെ ക്യൂബ് റൂട്ട് കാണണം. സോ അതുകൊണ്ടാണ് x is equal to ഇതിന്റെ മീഡിയ നമ്മൾ എന്താണ് ഒരു 1/3 ഇടുക എന്നുള്ളത്. ഓക്കെ, ഹിയർ if you put any value of y, if you put any value of y, you will get an x. ഒരു പോസിബിൾ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. Suppose if you put 4 here, 4 minus 7, that is equal to minus 3/4 or raised to 1/3, some number. Okay, if you put any number, 4 കൊടുത്തോ, any number 0 കൊടുത്തോ, you will get an x, and that x may be a natural number, maybe an integer, maybe a point ഉള്ള ഒരു സംഖ്യ ആവാം, നെഗറ്റീവ് ആവാം. Anyway, any number, you will get any number. Therefore x belongs to real number and y also belongs to real number. അല്ലോ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫംഗ്ഷൻ എവിടെ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പർ ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണത് ഇതിന്റെ ഇൻവേഴ്സ് ആണ്. അതായത് നമ്മൾ വൈക്ക് ഒരു വില കൊടുക്കുമ്പോൾ കറസ്പോണ്ടന്റ് എക്സ് നമുക്ക് കിട്ടുന്നുണ്ടോ, ആ എക്സ് റിയൽ നമ്പറിലാണോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ നമ്പർ വാല്യൂ കൊടുക്കുമ്പോൾ റിയൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ പറയണം this is onto function. Why? Because the range of this function is equal to codomain. അതായത് സെറ്റ് ബി, അതായത് അത് r ആണ്, അതും y ഉം എന്താണ് സെയിം ആണ്. സോ we can say that the range r is equal to codomain. നമുക്ക് നോക്കാം the function f from, അപ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് r minus 4/3. ഓക്കെ, 2r minus 2, this is minus 2/3. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആറിൽ നിന്ന് ആറിലേക്കല്ല, ആറിൽ നിന്ന് 4/3 ഇല്ല. അതായത് നമ്മുടെ എക്സിനകത്ത് 4/3 ഉണ്ടാവാൻ പാടില്ല, വൈനകത്ത് -2/3 ഉണ്ടാവാൻ പാടില്ല, ബാക്കിയുള്ള ആര് വേണമെങ്കിലും വരാം. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ദ ക്വസ്റ്റ്യൻ ഈസ് f of x is equal to തന്നിരിക്കുന്നത് 2x plus 3 divided by 4 minus 3x. 2x plus 3 divided by 4 minus 3x. 4 minus 3x. So this is the question. Prove that it is bijective. ഇത് bijective ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന്റെ പ്രൂഫിലേക്ക് പോവാം. So first of all, prove that it is 1 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. Prove that this is 1 1. Okay, 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് f of x1 is equal to f of എന്താണ് x2 എന്ന് തെളിയിക്കണം. So prove that f of x1 is equal to f of x2. Okay, f of x1 ഉം f of x2 എന്താണ് ഈക്വൽ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, തെളിയിക്കണം. അപ്പോൾ just put here x1
x1 x1, you will get a f of x1. So f of x1 is equal to 2x1 plus 3 divided by 4 minus 3x1, okay, equal to here 2x2 plus 3 divided by 4 minus 3x2, okay. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ഫങ്ഷൻസ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണ, നമുക്ക് തെളിയിക്കേണ്ടത് x1 is equal to x2 എന്നാണ്. സോ ദാറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഓക്കെ, ക്ലിയർ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ എഴുതണം, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2x1 into 4, that is equal to 8x1, okay. Again 2x1 into minus 3x2 എന്ന് പറയുമ്പോൾ minus 2 into 3 2 into 3 6, so 6x1 x2, okay, clear ആണോ? യെസ്. ദെൻ അപ്പോൾ അത് കഴിഞ്ഞ് ഇത് വെച്ചിട്ടുള്ള മൾട്ടിപ്ലൈ ഇനി 3 വെച്ചാണ്, പ്ലസ് 3 into 4 plus 12, okay, 3 into minus 3, that is minus 9x2. So this is the left hand side, okay, clear, is equal to right hand side like വരുമ്പോൾ 4 into 2x2 first ചെയ്യാം. 4 into 8x2, that is 8x2, then 4 into 3, that is plus 12 അപ്പോൾ 4 വെച്ച് മൾട്ടിപ്ലൈ കഴിഞ്ഞു. ഇനി മൈനസ് 3x1 വെച്ചാണ്, മൈനസ് 3 into 2 minus 6x1 x2, okay, so minus 6x1 x2, okay, then minus 3x1 into 3, that is minus 9x1, clear ആണോ? ഓക്കെ. സോ ഇതാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിനകത്ത് ഒരേപോലത്തുള്ള സംഖ്യകൾ അപ്പുറത്തുണ്ടെങ്കിൽ വെട്ടിക്കളയാം. ദാറ്റ് ഈസ് പ്ലസ് 12 ഗെറ്റ് ക്യാൻസൽ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? യെസ്, minus 6x1 x2 minus 6x1 x2 get cancelled. So now the equation become here 8x1 ഇവിടെ ഉള്ളതുണ്ട്, then minus 9x2, okay, equal to അപ്പോൾ അതെടുത്തു ഇവിടെ 8x2 then ഇവിടെ minus 9x1, okay. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സുള്ള ടേംസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. ദാറ്റ് ഈസ് minus 9x1 ഇവിടെ ഉണ്ട്, ഇവിടെ പോസിറ്റീവ് 8x1 ഉണ്ട്. അപ്പോൾ ഈ minus 9x1 ഇപ്പുറത്തേക്ക് വന്നാൽ പോസിറ്റീവ് ആവും. അപ്പോൾ 9 8 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17. സോ 17x1, ഓക്കെ, ഈക്വൽ ടു അതുപോലെ minus 9x2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു 8x2 ഉണ്ട്, രണ്ടും കൂടി കൂട്ടുമ്പോൾ 17x2, clear, okay. So what happens is 17 get cancelled. Finally we reach the solution, that is x1 is equal to x2, clear. So that means if f of x1 is equal to f of x2 and we prove that x1 is equal to x2, then this function is 1/1, clear, okay. Then next നമ്മൾ എന്താണത് ബൈജക്റ്റീവ് ആണ് തെളിയണമെങ്കിൽ അത് ഓൺ ടു ആണെന്നും കൂടി തെളിയിക്കണം. സോ ലെറ്റ്സ് പ്രൂവ് ഇറ്റ്സ് ഓൺ ടു ഓർ നോട്ട്. അപ്പോൾ ഓൺ ടു ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഡൊമൈനും റേഞ്ചും എന്താണ് സെയിം ആണെന്ന് നമ്മൾ ചെയ്യണം, തെളിയിക്കണം. സോ ഓൺ ടുവിന്റെ മറ്റൊരു പേരാണ് എന്ത്? സർജക്റ്റിവിറ്റി എന്നുള്ളത്. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ നമ്മളോട് സർജക്റ്റിവിറ്റി ആയിരിക്കും എന്ത് ചെയ്യുക ചോദിക്കാം. അപ്പോൾ സെയിം ഫംഗ്ഷനിൽ തന്നെ നമുക്ക് സർജക്റ്റിവിറ്റി ആണെന്ന് തെളിയിക്കാം. സോ പുട്ട് y is equal to, the question is 2x plus 3 divided by 4 minus 3x, okay. So this is the question. Put y is equal to ഇങ്ങനെ തെളിയിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? x കണ്ടുപിടിക്കണം. സോ x കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ y into 4, that is equal to 4y, okay, minus y into 3xy, okay, is equal to ഇവിടെ ബാലൻസ് കിടക്കുന്നത് 2x plus 3,
ഓക്കെ. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4y ഉണ്ട്, ഇവിടെ എന്താണ് -3xy ഉണ്ട്. നമുക്ക് ഈ -3xy സമത്തിൻ്റെ ഇപ്പുറത്തേക്കും അതുപോലെ ഇവിടെയുള്ള 3 ഇപ്പുറത്തേക്കും ഉണ്ട്. ദിസ് ഇങ്ങോട്ടും കൊണ്ടുവരിക, ഇത് ഇപ്പുറത്തേക്കും കൊണ്ടുവരിക. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് 4y - 3 ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് അതിന് കാരണം എക്സ് എല്ലാം ഒരു സ്ഥലത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 2x + 3xy. ഓക്കെ. ദെൻ ഇതിൽ നിന്ന് എക്സ് കോമൺ ആയിട്ട് ഈ രണ്ട് ടേമിലുണ്ട്, അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് ബിക്കം x × 2 + 3y. ഓക്കെ. ഹിയർ 4y - 3. ദെൻ എക്സ് മാത്രം നിർത്തി കഴിഞ്ഞാൽ 2 + 3 വരുന്ന സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. സോ 4y - 3. ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. ദാറ്റ് ഈസ് 2 + 3y that is equal to x. Clear? So you got x. നിങ്ങൾക്ക് x കിട്ടി. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച് 6ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 4/3 കുറയ്ക്കണം. ദാറ്റ് ഈസ് x. then 2, this is our domain and the range is -2/3. okay, clear? അപ്പോൾ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ if you put any value of 5, except -2/3, you will get x. Why? Because take this 2 + 3y. Suppose 2 + 3y. If you put 2 + 3 into, instead of y you put -2/3, what happens? This 3 get cancelled and 2 - 2 is equal to 0. So the denominator becomes 0. So 0 വെച്ചൊരു ഡെഫിനിഷൻ ഇല്ല, സോ ഇൻഫിനിറ്റി ആവും. അതുകൊണ്ട് -2/3 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വേറെ എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും 0 വരില്ല. സോ യു വിൽ ഗെറ്റ് എനി എക്സ്, ഏതെങ്കിലും ഒരു എക്സ് കിട്ടും. സോ r -2/3 എന്ന് പറയുന്നത് എന്താണ്? റേഞ്ചുമാണ്, കോഡൊമെയിനുമാണ്. കാരണം അതിനകത്ത് -2/3 ഇല്ല. except -2/3 you can give any value to y. So you can say that ഇങ്ങനെ എഴുതണം, y not equal to -2/3 എന്ന് എഴുതിയിട്ട് നിങ്ങൾ പറയണം x is possible for any value of y. x is possible because നിങ്ങൾ എക്സിന് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും വൈക്ക് എന്ത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് എക്സിന് ആനുപാതികമായിട്ടൊരു വാല്യൂ കിട്ടും. സോ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ പറയണം എന്താണ്? the domain is equal to range, therefore this is onto function. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഈ -2/3 കൊടുത്താൽ മാത്രം 0 ആവുള്ളൂ, വേറെ എന്ത് കൊടുത്താലും 0 ആവില്ലല്ലോ വൈയുടെ വില. അതുകൊണ്ട് അത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇത് on2 ആണോ എന്ന് നമ്മൾ തെളിയിക്കുന്നത്. സോ ഇത് 1 ആണ്, on2 ആണ്, therefore this is a bijective function. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകളെയാണ്. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ്. r* ഫംഗ്ഷൻ r* to r*. ടെക്സ്റ്റ് 2.1 ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കുള്ളൂ. ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് r* എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. r* എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് r not including 0, നോൺ സീറോ നമ്പേഴ്സ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് f of x is equal to 1/x. ദിസ് ഈസ് ദ ഫംഗ്ഷൻ. ഇത് നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് വെദർ ഇറ്റ് ഈസ് 1 or on2. 1 ആണോ on2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഇറ്റ് ഈസ് വെരി ഈസി. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് f of x1 is equal to f of x2 എന്ന് എടുക്കുക. for 1 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് f of x എന്ന് പറഞ്ഞാൽ 1/x ആണ്. f of x1 എന്തായിരിക്കും? 1/x1 is equal to 1/x2. okay, then cross multiply ചെയ്യുക. so this become x2 is equal to x1, that implies x1 is equal to x2. okay, so 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് on2 ആണെന്ന് പ്രൂവ് ചെയ്യണം. that is the second one. on2 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y is equal to 1/x എന്ന് എഴുതാം.
then what is x? X ഇപ്പുറത്തേക്ക് എടുക്കുക, y താഴേക്ക് കൊണ്ടുവരിക. So x is equal to 1 by y. Clear? That means y belongs to r star. എന്താണ്? വൈയുടെ വില 0 അല്ലാതെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വില എന്തായി പോകും? ഇൻഫിനിറ്റി ആയി പോകും. കാരണം 1/0 നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നോൺ സീറോ നമ്പർ ആണ്. സോ ഇഫ് യു പുട്ട് എനി വാല്യൂ ഓഫ് y യു വിൽ ഗെറ്റ് എനി വാല്യൂ ഓഫ് എന്താണ് എക്സ് വിത്തൗട്ട് 0. 0 അല്ലാത്തുള്ള ഏത് വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സോ ദെയർഫോർ ദിസ് ഈസ് ഓൺ ടു. അതെന്താണ്? ഓൺ ടു ആണെന്ന് തെളിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു, അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ടും ഈ പ്രൂഫ് ചെയ്യാം. സപ്പോസ് 1/2 പുട്ട് y is equal to 2. So you will get what? 0.5. Clear? That is an x value, a real number. ഒരു റിയൽ നമ്പർ ആണ്, 0 അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ടും ഇത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഫംഗ്ഷൻ ഈസ് 1 and on to. That means this is a bijective function. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ സെയിം ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ടു ആർ ആണ്. ആൻഡ് എഫ് ഓഫ് ഫംഗ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് x1 x2 നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് 1 ആണെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ദെൻ ഓൺ ടു ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓൺ ടു. ഓക്കെ, 1 നമ്മൾ ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം ആൻസർ ആണ്. ഓൺ ടു ആണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടെത്തിയതാണ് y is equal to എന്താണ് 1/x എന്ന് എഴുതുക. ദെൻ x is equal to എന്താണ് 1/y. ഓക്കെ, ക്ലിയർ? അപ്പോൾ ക്വസ്റ്റിൽ പറയുന്നത് x is a റിയൽ നമ്പർ. ഇവിടെ r-0 ഉണ്ട് കേട്ടോ, നോൺ സീറോ നമ്പർ ആണ്, r സ്റ്റാർ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോറി. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് y is a റിയൽ നമ്പർ. നമുക്ക് yക്ക് എന്താണ് ഒരു റിയൽ നമ്പർ ആണ്. x cannot always be a natural number. അതുകൊണ്ടാണ് yക്ക് നമ്മൾ ഒരു റിയൽ നമ്പർ കൊടുത്തു. സപ്പോസ് ഇപ്പോൾ y is equal to 2. സപ്പോസ് യു ടേക്ക് y is equal to 2, then x is equal to നേരത്തെ പറഞ്ഞ പോലെ 1/2 is equal to 0.5. 0.5 is not a natural number. അത് നാച്ചുറൽ നമ്പർ അല്ല. നമ്മുടെ ഫംഗ്ഷൻ പറയുന്നത് നാച്ചുറൽ നമ്പറിൽ നിന്ന് ആർ സ്റ്റാർ എക്സ്ക്ലൂഡിങ് 0 ആണ്. അപ്പോൾ ഇവിടെ 0 ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എക്സിനകത്ത് എന്താണ് നാച്ചുറൽ നമ്പർ ആയിരിക്കുകയും വേണം. പക്ഷെ നമ്മൾ വൈയുടെ വില 2 കൊടുക്കുക, അത് റിയൽ നമ്പർ ആണ്. ബട്ട് എക്സിന്റെ വില എന്തായിരിക്കും? 0.5 ആയിരിക്കും. അതൊരു നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? y is a real number except 0. x cannot always be a natural number. അതുകൊണ്ട് we can say that എന്താണ് this is not onto. Not onto. Onto അല്ല. So therefore it is not onto. That means it is not bijective. Suppose the function from n to n ലേക്കാണ്, and the f of x is equal to x square. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇത് 1 ആണോ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. f of x square എന്ന് പറയുമ്പോൾ നമ്മൾ f of x1 എടുക്കുക ആദ്യം. f of x1 equal to f of x2. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ എന്താണ് x1 square എന്നുള്ള സ്ഥലത്ത് കൊടുക്കുക. സോ ദിസ് ഈസ് x1 square is equal to എന്താണ് x2 square. Okay, so x1 square x2 square equal ആണെങ്കിൽ that means this is x1 square minus x2 square equal to 0. Okay, this is equal to 0. അതായത് ഈ x2 square പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. So we can write it as x1 minus x2, because this is in the form a square minus b square. x1 plus x2, okay, is equal to 0. അപ്പോൾ ഇതിനകത്ത് this not never be equal to 0. ഇതൊരിക്കലും x1 plus x2 ഒരിക്കലും എന്താണ് 0 ആവില്ല. ബട്ട് x1 minus x2 എന്താണ് 0 ആവാം. സോ x1 minus x2 become 0. That means x1 equal to
x2. This is 1 1. 1 1 ആണ് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ x1 x2 ഒരിക്കലും എന്തെടുക്കുന്നില്ല, നെഗറ്റീവ് സംഖ്യ എടുക്കുന്നില്ല. ദിസ് ഈസ് നാച്ചുറൽ നമ്പർ, n to n ആണ്. ഓക്കെ, എണ്ണൽ സംഖ്യകളെല്ലാം പോസിറ്റീവ് ആണ്. So x1 is always positive and x2 is always positive. So if you take 2 here, this is 2. 2 plus 2 4. Then here 2 minus 2 0. So x1 minus x2 is equal to 0. അപ്പോൾ പ്രത്യേകം പറയണം, it is because x1 and x2 are natural numbers. Hence is positive, it is always 1 1. നമുക്ക് ഓൺ ടു ആണെന്ന് എങ്ങനെ തെളിയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നമ്മൾ തന്നിട്ടുണ്ട്. ദെൻ വൈ നമ്മൾ കണ്ടുപിടിക്കണം. സോ വൈ എഫ് ഓഫ് എക്സിന് വൈ എന്ന് കൊടുക്കുക. വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതുക. ദെൻ എക്സ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റൂട്ട് വൈ ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നെഗറ്റീവ് റൂട്ട് വൈയുടെ സ്ക്വയറും എന്താണ് വരാം, അല്ലെങ്കിൽ പോസിറ്റീവ് റൂട്ട് സ്ക്വയറും നമുക്ക് വരാം. അപ്പോൾ റൂട്ടിന് എന്താണ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഉണ്ട്. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പുട്ട് വൈ ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ഹാപ്പൻ ഇസ് ഈക്വൽ ടു root 2 is equal to 1.41. അതായത് നിങ്ങൾ വൈക്ക് 2 എന്ന് വില കൊടുക്കുകയാണെങ്കിൽ എക്സിന്റെ വില എന്തോരും 1.41. ബട്ട് എക്സ് എന്താണ്, നാച്ചുറൽ നമ്പർ അല്ലേ? 1.41 നാച്ചുറൽ നമ്പർ ആണോ? അല്ല. സോ ദാറ്റ് മീൻസ് എക്സ് not belongs to natural number. Therefore it is not onto. അതുകൊണ്ട് ഇതെന്തല്ല, onto അല്ല. ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയണതെന്ന്. അപ്പോൾ നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്? നേരത്തെ നാച്ചുറൽ നമ്പർ, ഇത് നാച്ചുറൽ നമ്പർ ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ഇസഡ് ടു ഇസഡ്. ക്ലിയർ ആണോ? അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇസഡ് ടു ഇസഡ് ആണ്. ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, സോ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിജർ ആണ്. എന്താണ് ഇൻഡിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1. ഇൻഡിജർ എന്താണ്? 0. 0.2 ഇൻഡിജർ എന്താണ്? 0. 1.2 ഇൻഡിജർ 1. 2.3 ഇൻഡിജർ എന്താണ്? 2. നെഗറ്റീവ് 1.3 ഇൻഡിജർ എന്താണ്? നെഗറ്റീവ് 1. കണ്ടോ? സോ ഇൻഡിജർ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പൊ ഇൻഡിജർ ടു ഇൻഡിജർ ആണ്. എക്സിന്റെ വാല്യൂ ഇൻഡിജർ ആയിരിക്കണം, വൈയുടെ വാല്യൂ എന്താണ്? ഇൻഡിജർ ആയിരിക്കണം. സോ ലെറ്റ്സ് ചെക്ക് 1 1 ആണെന്ന് ചെക്ക് ചെയ്യാം. Suppose x1 is equal to, I put x1 is equal to -1 and x2 is equal to 1. x1 and x2 are two different things. Okay, so നമ്മൾ 1 function പഠിച്ചിട്ടുണ്ട്. if you put x1 not equal to x2, x1 ഉം x2 ഉം ഈക്വൽ അല്ലെങ്കിൽ that implies f of x1, അതായത് y യുടെ വാല്യൂവും എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു ആയിരിക്കണം. അതായത് ഈ രണ്ട് രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ 1 ഫംഗ്ഷൻ എടുത്തപ്പോൾ പഠിപ്പിച്ചതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ x1ന്റെ വില -1 കൊടുത്തു. സോ വാട്ട് is -1 square is equal to 1. And if you x2 is equal to 1, then what is 1 square? Again 1. So this is the relation. Clear? മനസ്സിലായോ സാർ പറയുന്നത്? ഇപ്പോൾ x1ന് -1 കൊടുത്താലും 1 കൊടുത്താലും ഒരൊറ്റ വാല്യൂ ആണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സോ ദിസ് ഈസ് നോട്ട് 1 1. ഇത് 1 1 അല്ല. കാരണം ഇവിടെയുള്ള ആൾക്ക് ഇപ്പുറത്തേക്ക് ഒരു ബന്ധം ഉണ്ടായിരിക്കണം, ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ആ റിലേഷൻ ഡിഫറെന്റ് ആയിരിക്കണം. അത് രണ്ടു പേർക്കും ഒരേ റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ദിസ് ഈസ് നോട്ട് 1 1. ക്ലിയർ ആണോ? നോട്ട് 1 1. ഇത് ഇൻജെക്റ്റീവ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻജെക്റ്റീവ്. therefore we not need to check whether it is on to, because എന്താണ് 1 1 അല്ലെങ്കിൽ പിന്നെ അത് എന്താണ് ബൈജക്റ്റീവ് ആവില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ സാർ പറഞ്ഞത്? എങ്കിൽ പോലും നമുക്ക് എന്താണ് ഓൺ ടു എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് ഇഫ് യു പുട്ട് y is equal to -3, y is equal to -3. സോ ചെക്ക് ഓൺ ടു ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താണ് y is equal to x square എന്ന് എഴുതി. then x is equal to എന്താണ് റൂട്ട് y എന്നാണ് നമ്മൾ നേരത്തെ എഴുതി വെച്ചത്. പ്ലസ് ഓർ മൈനസ് റൂട്ട് y, ഇതാണ് നമ്മൾ നേരത്തെ എഴുതി വെച്ചത്. ഇഫ് യു പുട്ട് y is equal to -3, that implies അതിന്റെ അർത്ഥം എന്താണ്? that implies root of -3. it is a complex number. നെഗറ്റീവ് റൂട്ട് 3 ഇല്ല. നെഗറ്റീവ് സംഖ്യകൾക്ക് റൂട്ട് കാണാൻ പറ്റില്ല. കാണാൻ പറ്റും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് +1 കോംപ്ലക്സ് നമ്പർ. സോ കോംപ്ലക്സ് നമ്പർ is not a
an integer, അത് integer അല്ല, therefore this is not onto. So this function is not 1 not onto, so therefore it is not bijective. Clear ആണോ? നമുക്ക് ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു ചേഞ്ച് വരുന്നത് നോക്കാം. Let's this function is from R to R, okay, and f of x is equal to x square. Okay, ഇങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ -1 കൊടുക്കുകയാണ്. -1 കൊടുക്കുമ്പോൾ you will get 1. Then +1 കൊടുക്കുകയാണ്. Again you will get 1. So this is not onto 11, not 11, sorry, 11 അല്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. Then onto ആണോ എന്ന് ചെക്ക് ചെയ്യണം. onto ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് x is equal to root എന്താണ് y, okay, plus or minus. അപ്പോൾ ഇവിടെ 3 കൊടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് -3. ഇപ്പോൾ സപ്പോസ് if you put y is equal to -3, then this again equal to root of -3. It is not possible. Okay, so this is not onto. Suppose the function from natural number to natural number തന്നെയാണ്, but ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. f of x എന്ന് പറഞ്ഞാൽ നേരത്തെ x സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇനി സാർ ഇവിടെ എടുക്കുന്നത് f of x is equal to x cube ആണ്. This is x cube. Okay, then check whether it is 11 or not 11 ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്, ഇതിന് മുന്നേ സാർ ചെയ്ത് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, x1 f of x1 is equal to f of x2 എന്ന് എടുക്കുക, x1 is equal to x1 cube is equal to x2 cube എന്ന് എടുക്കുക. then എന്താണ് അതിന്റെ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്, a minus b into എന്താണ് a square minus b square into a square plus 2ab plus b square എന്ന് ചെയ്യുക. this is 11 ആണ്. ഇനി ഇത് onto ആണോ നമുക്ക് ചെക്ക് ചെയ്യാം, അത് സാർ ഇവിടെ ചെയ്യാം. onto ആണോ എങ്ങനെ ചെക്ക് ചെയ്യും? onto ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് f of x is equal to x cube, okay, then here this is y is equal to x cube, then x is equal to root y, cube root y, that is equal to this is cube root y is equal to y raised to 1/3. Okay, clear ആണോ? So if you put y is equal to 2, put y is equal to, let's check y is equal to 2. y is equal to 2, what happened? Y is equal to 2, that means 2 raised to 1/3. 2 raised to 1/3, it's not a natural number. നിങ്ങൾ ചെയ്ത് നോക്കുക, 2 raised to 1/3 is not a natural number, therefore this is not a onto. ഇതെന്താണ് onto അല്ല. ഓക്കെ, ക്ലിയർ ആണോ? 2 raised to 1/3 ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എന്താണ് 2 ചെയ്ത് നോക്കുക, that is not a natural number. ക്ലിയർ ആണോ? ഓക്കെ, 2 തന്നെ വളരെ ചെറുതാണ്, അതിന്റെ 3 റൂട്ട് എടുക്കുമ്പോൾ തന്നെ എന്തോരം ചെറിയ സംഖ്യ ആയിരിക്കും, that is not equal to 1. 1 താഴെ പോയാൽ തന്നെ അതെന്താണ് നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, ക്ലിയർ ആണോ? സോ therefore this is not onto, ഇത് onto അല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ സാർ എന്ത് ചെയ്യണം, z ആക്കിയാണ്. സപ്പോസ് f, എന്തിനാണ് ഇത്രയും പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരിക്കണം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ f of x cube z to z ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കണം, ഇത് എന്താണെന്ന് നോക്കണം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, എന്നിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സാർ 11 ആണെന്ന് നോക്കുന്നില്ല, എബോവ് സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ചെയ്യാം, 11 ആണിത്. ഇനി x is equal to onto ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. x is equal to y raised to 1/3, ഇവിടം വരെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. then y എന്താണ് is equal to 2 എന്ന് കൊടുക്കുക. so this means 2 raised to എന്താണ് 1/3 കൊടുക്കുക. so you will get ഒരു നമ്പർ കിട്ടും, but a number something like suppose 0.35 something like that. അതായത് നിങ്ങൾക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകളായിരിക്കും ചിലപ്പോൾ കിട്ടുക, ചിലപ്പോൾ 1.23 സംതിങ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. you will not get exact a number, suppose 1 -1 0 no, ഇങ്ങനെയുള്ള ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ -1 കിട്ടിയാൽ അത് ഇൻറ്റിജർ ആണ്, 0 കിട്ടിയാൽ ഇൻറ്റിജർ ആണ്, 1 കിട്ടിയാലും ഇൻറ്റിജർ ആണ്, അല്ലെങ്കിൽ 2 കിട്ടിയാൽ ഇൻറ്റിജർ ആണ്, -2 കിട്ടിയാൽ ഇൻറ്റിജർ ആണ്, ബട്ട് -2.5 കിട്ടിയാലോ ഇറ്റ്സ് നോട്ട് ഇൻറ്റിജർ. 2 raised to 1/3
നിങ്ങൾ കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൾവേസ് എന്താണ് ഒരു ഡെസിമൽ പ്ലേസ് ഉള്ള ഒരു നമ്പർ ആയിരിക്കും കിട്ടുക. therefore it is not an integer അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, this is not onto function. ഇതൊരു onto function അല്ല. 1 ഫംഗ്ഷനും 1 ഫംഗ്ഷൻ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ x ക്യൂബ് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ ചെയ്ത അതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. 1 ഫംഗ്ഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് onto function. onto function എന്താണ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാനായിട്ട് കഴിയില്ല. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷനിലേക്ക് പോവാം. സിഗ്നം ഫംഗ്ഷൻ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാകും. സിഗ്നം ഫംഗ്ഷൻ സപ്പോസ് f of x is equal to set 1 0 -1 x greater than 0 x is equal to 0 പിന്നെ x less than 0. ഓക്കെ, ഇത് 1 ആണോ onto ആണോ നമുക്ക് നോക്കണം. ഇപ്പോൾ ഇവിടെ എക്സിന്റെ വില 0-നേക്കാളും വലുതാണെങ്കിൽ 1ഉം 0 ആണെങ്കിൽ 0യും 0-നേക്കാൾ ചെറുതാണെങ്കിൽ -1 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സിന്റെ വില 0 കൊടുക്കുക. അപ്പോൾ വൈയുടെ വില എന്താണ് 0. ഓക്കെ, എക്സിന്റെ വില എന്താണ് -1. -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0-നേക്കാളും ചെറുതാണ്. സോ വൈയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് -1 ആണ്. സപ്പോസ് എക്സിന്റെ വില 1 കൊടുത്തു. ഇപ്പോൾ വൈയുടെ വില എന്താണ് 0-നേക്കാളും വലുതാണ് അല്ലേ. if x greater than 0 the answer is 1. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1 1 ആയിട്ട് തോന്നും. 0 0 -1 -1 1 1. then what about 2? if you put y is equal to x is equal to 2, what is the value of y? x is equal to 2, that means ഇത് 2 ആണ്, 0-നേക്കാളും വലുതാണ്. അപ്പോൾ ആൻസർ ഈസ് 1. സോ 1നും 1 ആൻസർ വന്നു, 2നും 1 ആൻസർ വന്നു. അപ്പോൾ സെയിം ഇമേജ് വന്നില്ലേ 1നും 2നും. therefore it is not 1 1 അല്ല. ഓക്കെ, ഇനി ഇതുപോലെ നിങ്ങൾ onto ആണെന്ന് നോക്കുകയാണെങ്കിൽ സപ്പോസ് y is equal to 2, yക്ക് നമ്മൾ 2 എന്ന് വില കൊടുക്കുന്നതായിരിക്കും. സപ്പോസ് y is equal to 2, here we can say that the range is always 1 0 -1. നിങ്ങൾ എന്ത് വില കൊടുത്തു കഴിഞ്ഞാലും എന്ത് ആൻസർ വരുന്നുള്ള റേഞ്ച് ഇവർ പറഞ്ഞാൽ എക്സിന് എന്ത് വില കൊടുത്തു കഴിഞ്ഞാലും വൈയുടെ വില 1 0 -1 ഒന്നാണ്. അപ്പോൾ ഒരിക്കലും വൈയുടെ വില എന്ത് വരില്ല, 2 വരില്ല. 2 is not a value of y. 2 or any other number except 1 0 -1. ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അവർ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് ക്വസ്റ്റ്യൻ തന്നിരുന്നത്. സാർ അത് എഴുതാൻ വിട്ടുപോയി. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. റിയൽ നമ്പറിൽ എല്ലാ നമ്പറും വരണ്ടേ. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 1ഉം 0 -1 മാത്രമാണ് റേഞ്ചിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2ഉം 3ഉം ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ അല്ല. therefore this is not onto function. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ സാർ ഇപ്പോൾ ഒരു ഹിന്റ് ആണ് പറഞ്ഞത്, നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത് ചെയ്യുക. സോ ഒരു ഫംഗ്ഷൻ 1 1ഉം onto ആണെങ്കിലാണ് നമ്മളതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ലെസൺസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോർ പ്രോബ്ലംസ് പിന്നീട് ചെയ്യാം. നെക്സ്റ്റ് ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നാണ്. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 10 നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 119 രൂപ മാത്രം കൊടുത്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാം. ഈ ചാനലിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുക. എല്ലാ മാസവും 119 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് +2ൻ്റെയും +1ൻ്റെയും SSLCയുടെയും മാത്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലെവൽ 1ൽ നിങ്ങൾ ചേരുക. ഓക്കെ, സോ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് സാറിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9747977418. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്.